ഇപ്പോൾ നിങ്ങൾ നോക്ക്, സൂഫി എന്ന പേരിൽ പത്രസമ്മേളനം നടത്തി ഇന്നലെ, ഇന്നും നടത്തുന്നു. എന്നാൽ സൂഫി വര്യന്മാരുടെ ഏറ്റവും വലിയ അറിയപ്പെട്ട സൂഫി വര്യനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ കേൾക്കാത്തവരാരില്ല. അവർ തസവ്വുഫ് പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബ് എല്ലാ കിതാബുകളിലും ആരാണ് സൂഫിയെന്നും ആരാണ് മോമിനെന്നും ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, വൈലക്ക എന്ന് പറഞ്ഞിട്ട്, എടാ നീ ചിന്തിക്കുന്നില്ലേ, നീ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുന്നു, ഇന്നക്കത്തഴി സൂഫിയുൻ, നീ സൂഫിയാണ് വാദിക്കുന്നു. എന്നാൽ വസൂഫിയു മൻ മശാ അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ സുന്നത്തും അനുസരിച്ച് നടന്നവൻ മാത്രമാണ് സൂഫി. അല്ലാതെ വേറെ കുറെ കോപ്പിരാട്ടി കാണിച്ചത് കൊണ്ടോ വേഷങ്ങൾ ധരിച്ചത് കൊണ്ടോ മറ്റൊന്നുകൊണ്ടും സൂഫിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കിതാബിൽ ഫുതൂഹുൽ ഗൈബിൽ കാണാം, അൽ മഖാലത്തുൽ ഊല ഫീമാ ലാ ബുദ്ദ മിൻഹു. ഒന്നാമത്തെ മഖാല എന്താണ്? അംറുൻ യംതസിലുഹു വനഹ്യുൻ യുജ്തനബുഹു. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അല്ലാഹു തആല കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യും. അതാണ് മോമിന് കൂടാതെ കഴിയാത്തത്. മൂന്നാമത്തത് ഖദറുൻ യർളാ ബിഹി. എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് ഉണ്ടായതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. എല്ലാ വസ്തുക്കളെയും അള്ളാഹു തആല ഖദ്ദറ, നേരത്തെ തന്നെ നിശ്ചയിച്ചു, ഫഹദാ, അതിലേക്ക് മാർഗദർശനം ചെയ്തു. അപ്പോൾ ആ ഖദർ കൊണ്ടുള്ള വിശ്വാസവും അതുപോലെ വിശ്വാസങ്ങൾ ശരിയാക്കലോട് കൂടെ അള്ളാഹു തആല കൽപ്പിച്ചത് എടുക്കുകയും ഉപേക്ഷിച്ചത് ഒഴിവാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച അതേ കാര്യം മഹാനായ ഖുത്ബുൽ അഖ്താബ് അദ്ദേഹത്തിൻ്റെ ഫുതൂഹുൽ ഗൈബിലും എടുത്തു പറയുന്നു. ആകയാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹുവിൻ്റെ ദീൻ എന്നാൽ ഇവിടെ സഹാബത്ത് മുതൽ താബിഈകളും തബഉ താബിഈകളുമായി കഴിഞ്ഞുപോയ ഔലിയാക്കളും ആലിമീങ്ങളും നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീൻ. അല്ലാതെ കോലം കെട്ടി നടന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനാവും. നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വലിയ എന്ന് പറഞ്ഞ് നടന്നാൽ അത് വലിയാവൂല. കാരണം നിസ്കാരം അസ്സലാത്തു വസ്ലത്തുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. അല്ലാഹു തആലയുടെയും അവൻ്റെ അടിമൻ്റെയും ഇടയിലുള്ള വിസാല് അത് നിസ്കാരമാണ്. ഔലിയാക്കൾ ആദ്യമായി നല്ല വഴിയിലേക്ക് മുരീദന്മാരെ കടത്തും. മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുലൂക്ക് അതാണ്. ഓതുല്ലാഹുവിൻ്റെയും റിഫായി ഷെയ്ഖിൻ്റെയും മമ്പത്തങ്ങളുടെയും എല്ലാ ഔലിയാക്കളുടെയും വഴി ആദ്യമായി സുലൂക്ക് എന്ന് പറയും. സുലൂക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ
പരിഭാഷപ്പെടുത്തുമ്പോൾ കടക്കുക എന്ന് പ്രവേശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ എല്ലാ പ്രവേശനവും അത് സുലൂക്ക് അല്ല. ഒരു സ്ഥലത്ത് ഒരു വലിയ ബുക്ക് ഫെയർ നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ ബുക്ക് ഫെയറിൽ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ സ്റ്റാളിൽ പ്രധാനപ്പെട്ട ഒരു കിതാബ് ഉണ്ട്. ആ കിതാബ് ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ അവിടേക്ക് പോകുന്ന ഈ ബുക്ക് ഫെയറിൻ്റെ ഉള്ളിൽ കടന്നവൻ ആദ്യമായി കടന്നാൽ നേരെ അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഗന്ധം വാങ്ങി മടങ്ങുകയും ചെയ്യുന്നു. അവിടെയും ഇവിടെയും തിരിഞ്ഞു നോക്കില്ല. അവനെ കൊണ്ടാണ് സാലിക്ക് എന്ന് പറയൽ. നേരെ പറഞ്ഞാൽ അതേ ലെവലിൽ തന്നെ അർത്ഥം വരും. മൻ ദഖല എന്ന് പറഞ്ഞ ദുഖൂൽ, അതിന് കടക്കുക, പ്രവേശിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ അവൻ ഈ ബുക്ക് ഫെയറിൽ കടന്നു കഴിഞ്ഞാൽ, ചന്തയിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കി അതുണ്ടോ ഇതുണ്ടോ, അവിടെ എന്താ ഇവിടെ എന്താ എന്നിങ്ങനെ നോക്കി നടക്കും. അവന് ദാഖിൽ എന്ന് പറയും. അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് പോകുന്ന ആ വ്യക്തിക്ക് സാലിക്ക് എന്ന് പറയുന്നു. സാലിക്കിൻ്റെ സുലൂക്കിൻ്റെ ശേഷം പിന്നെ സൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഹൗസുല്ലാഹ് പറഞ്ഞത്, എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ജന്മവും എന്ന് പറഞ്ഞത്. എൻ്റെ മുരീദിനെ ഞാൻ നല്ല വഴിക്ക് നടത്തി ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ലക്ഷ്യം എന്താണ്? അൽ വുസൂൽ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ചേരൽ. സഹോദരങ്ങളെ, ആ വുസൂലിൻ്റെ അതിപ്രധാനമായ ഒന്നാണ് സ്വലാത്ത് എന്ന നിസ്കാരം. ആ നിസ്കാരം ഒരൊറ്റക്കുട്ടിയും ഉപേക്ഷിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു മൗത്തിൽ പോലും മെല്ലെ നടക്കാൻ കഴിയാത്തപ്പോൾ മറ്റാളുകൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവസാനത്തെ വസിയ്യത്ത് ഉസീക്കും ബിസ്സലാത്ത്, ഞാൻ നിങ്ങളോട് നിസ്കാരം കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരമില്ലാതെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വലിയ മൊയ്തും ഷെയ്ഖ് മൊയ്തുമാണ് എന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. അത് അള്ളാഹുവിൻ്റെ ദീനല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിമറിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.